മാരേജ്, വിവാഹം പാർട്ട് 2. പാർട്ട് 1 മാരേജ് ഈസ് എ കവനൻറ്റ്. മാരേജ് ബേസ്ഡ് ഓൺ ഇമോഷൻസ് ഈസ് നോട്ട് റൈറ്റ്. വികാര അടിസ്ഥാനത്തിൽ വിവാഹം കഴിക്കുന്നത് ശരിയല്ല. മാരേജ് ഈസ് എ റെസ്പോൺസിബിലിറ്റി. വിവാഹം എന്ന് പറയുന്നത് ഉത്തരവാദിത്വവും ചുമതലാബോധവും എടുക്കുന്ന ഒരു കാര്യമാണ്. ദൈവം നിയോഗിച്ചാണ്. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിൽക്കുമ്പോൾ ക്രിസ്തു നടുക്കുണ്ടെങ്കിൽ മാത്രമേ വിവാഹം നിൽക്കത്തുള്ളൂ. ഞാനിത് പല കുടുംബങ്ങളോട് ഞാൻ പറയാറുണ്ട് ഇപ്പോഴത്തെ കാലങ്ങളിൽ. പലരും ഞാനത് പറയുമ്പോൾ സ്വീകരിക്കുന്ന കുടുംബങ്ങളിലെല്ലാം ഞാൻ വിടുതൽ കണ്ടിട്ടുണ്ട്. പക്ഷെ സ്വീകരിക്കാത്ത കുടുംബങ്ങൾ ആവശ്യമില്ലാത്ത കഷ്ടത്തിൽ കൂടെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിക്കും, അനുസരണത്തിൻ്റെ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കുഴി കൂടെ ഒന്നും കയറണ്ട. ചിലരങ്ങനെ കുഴി കയറിയേ പഠിക്കത്തുള്ളെന്ന് വിചാരിച്ചാൽ അങ്ങനെ പഠിച്ചിട്ട് വരട്ടെ, അല്ല ഇപ്പം നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കുകയാണ്, ദൈവം നടുക്ക് നിന്നുകൊണ്ടൊരു വിവാഹം നടത്തിയെങ്കിൽ അപ്പച്ചൻ അതിൻ്റെ കാര്യം ചെയ്തെടുത്തേ പറ്റൂ. ക്രിസ്തുവിനത് ഒക്കത്തില്ല എന്ന് പറയാനൊക്കത്തില്ല. ദൈവം അതിനുള്ള പോക്ക് വഴി കണ്ടത്. നമ്മൾ ദൈവത്തിന് പരിഹരിക്കാൻ വയ്യാത്ത ഒരു പ്രശ്നം ഭൂമിയിലില്ല. മനുഷ്യൻ്റെ ഹൃദയം എത്ര കല്ലുപോലുള്ള ഹൃദയമാണെങ്കിലും, അതാ പറഞ്ഞില്ല, ഫറവോൻ്റെ ഹൃദയം പോലും മൃദുവാക്കാനും കല്ലാക്കാനും കഴിവുള്ള ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ മക്കളുടെ കല്ലായ ഹൃദയം മാറ്റി മാംസളമാക്കട്ടെ. വഴിതെറ്റി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ തിരിച്ചു കടന്നു വരട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഞാൻ യോജിപ്പിച്ചതിനെ വിഭജിക്കാൻ ഏത് ശക്തിക്ക് കഴിയും? പക്ഷെ ഒരാൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഇടിവിൽ നിൽക്കുന്നവർക്ക് എളുപ്പമല്ല. പക്ഷേ വി നോ ദ ട്രൂത്ത്. ഗോഡ് വിൽ ഡു ഇറ്റ്. ഇൻ മെനി ഓഫ് ദ ഫാമിലീസ് ഗോഡ് ഈസ് ഡൂയിങ്. ഇൻ അവർ ഓൺ ഫാമിലി ഓൾസോ ഗോഡ് ഈസ് ഡൂയിങ് ദാറ്റ് റൈറ്റ് നൗ. അങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. അപ്പോൾ മാരേജ് ഈസ് എ കവനൻ്റ്. ഞാൻ പറഞ്ഞു, മാരേജ് വി ഹാവ് ടു മാരേജിനകത്ത് ഭാര്യയും ഭർത്താവും യേശുവിനെ പോലാകണം. അതൊരു നിർബന്ധമുള്ള കണ്ടീഷൻസാണ്. ലവ് ഈസ് ടു ബി ടോട്ട്. സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം. സ്നേഹം, എനിക്കൊന്ന് സ്നേഹം ഉണ്ടായി, അതാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് ശരിയല്ല. എനിക്കൊന്ന് കണ്ടപ്പോഴേ സ്നേഹമായി. ആദ്യ സ്നേഹമാണ് നോക്കണം. റെസ്പോൺസിബിളായിട്ട് അത് സ്നേഹം യഥാർത്ഥ സ്നേഹമാണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാതെ കല്യാണം കഴിച്ചിട്ടൊന്നും കാര്യമില്ല. ഹസ്ബൻഡ് ഈസ് ദ ഹെഡ് ഓഫ് ദ ഹൗസ്. ഹസ്ബൻഡ് ഈസ് ദ ലോർഡ്. ഹസ്ബൻഡ് ഹാസ് ടു ലവ് വൈഫ് as Christ loved the church. That's not easy. Wife has to be submissive. These are the basic truths in the marriage thing which the Bible says. അപ്പോൾ നമ്മൾ ദൈവം തമ്പുരാൻ നിയോഗിച്ച ഈ വിവാഹ ജീവിതം അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണണം. അപ്പോൾ ലവ് ഷുഡ് ബി ആഫ്റ്റർ മാരേജ്. അപ്പോൾ സൊസൈറ്റി പറയുന്നത് ഫീലിങ്സിനും ഇമോഷൻസിനും നമുക്കിഷ്ടമായ വികാരമാണ്, അവരുടെ സ്റ്റാറ്റസ്, അവരുടെ നിറമേ, അതൊക്കെ നോക്കിയാണ് പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ നിയമാടിസ്ഥാനത്തിൽ ദൈവത്തെ അറിയുന്ന ഒരു ഭവനം, പിന്നെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അറേഞ്ച് മാരേജ് ശരിയായിട്ട് നടക്കുകയാണെങ്കിൽ ദാറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്. അതിന് അറേഞ്ച് മാരേജ് ചിലത് ഫെയിലിയറാണെന്നും പറഞ്ഞ് അറേഞ്ച് മാരേജ് മുഴുവൻ തെറ്റാന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അതുപോലെ ലവ് മാരേജിലും യഥാർത്ഥ സ്നേഹത്തിലാണ് അത് നിലനിൽക്കുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിലാണോ വികാരത്തിലാണോ ഉള്ളത് വിതിൻ 5-10 years അത് മനസ്സിലാകും. യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അങ്ങ് വരെ നിലനിൽക്കും. ചില പ്രാർത്ഥനാ കൂട്ടത്തിലൂടെ നമ്മളവരുടെ പ്രാർത്ഥനാ കൂട്ടം നിൽക്കുമോ ഇല്ലയോ എന്ന് ചോദിക്കും. ആത്മാവിൽ തുടങ്ങിയാണെങ്കിൽ അത് നിൽക്കും, അല്ലാത്തതാണെങ്കിൽ അത് അഴിഞ്ഞു പോകും. അതുതന്നെയാണ് വിവാഹ ജീവിതം. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടുകൂടി ദൈവം നടുക്ക് നിന്നുമുള്ള വിവാഹമാണ്, അത് നിലനിൽക്കും, അല്ലാത്തതാണ് നിലനിൽക്കത്തില്ല. ഇത് സിമ്പിൾ ആബ്സല്യൂട്ട് ട്രൂത്തുകളാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത്. അപ്പോൾ ലവ് ആഫ്റ്റർ മാരേജ് ആണ്, അതാണ് ദ ലവ്. അപ്പോൾ ദൈവം ലവ് ആഫ്റ്റർ മാരേജിനെ കുറിച്ച് 1 പത്രോസ് 3:1 പറയുന്നുണ്ട്. എങ്ങനെയുള്ള സ്നേഹമാണ് ദൈവം തമ്പുരാൻ എഴുതിക്കുന്നത്. ദൈവം പറയുന്നത് ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും നല്ല ചുമതലയും ഉത്തരവാദിത്വം, ബി ഫ്രൂട്ട്ഫുൾ ആണെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൈക്കീഴിൽ ഇരുന്നു കൊണ്ട് ഒരു കുടുംബം പണിയാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പത്രോസിൻ്റെ 3:1 ഇങ്ങനെയാണ് പറയുന്നത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞിട്ട് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. അവിടെ ഈ സ്ത്രീകളുടെ സൗന്ദര്യം പുറമേ ഉള്ളതല്ല കൂടുതൽ. ബിഫോർ മാരേജ് ആയിരിക്കും, ആഫ്റ്റർ മാരേജ് സ്ത്രീകളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവരുടെ സ്വഭാവമാണ്. ആ സ്വഭാവശുദ്ധിയിലാണ് പിന്നെ വിവാഹം നിൽക്കുന്നത്. അത് വിവാഹം മാറിയേച്ച്
മിക്കപ്പോഴും ഇപ്പം ഭാര്യമാരാണ് മാറുന്നത്. പണ്ട് ഭർത്താക്കന്മാരായിരുന്നു, ഇപ്പം ഭാര്യമാരാണ്, സ്ത്രീകളാണ്. അങ്ങനെ പറഞ്ഞാൽ സ്ത്രീകൾക്ക് ജോലിയുണ്ട്, ദേ ആർ ഇക്കണോമിക്കലി ഇൻഡിപെൻഡൻറ്റ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവർ ഈ നിയമങ്ങളനുസരിച്ച് അമ്മമാർക്കാണ്, സ്ത്രീകൾക്കാണ് മക്കളെ കൊടുക്കുന്നത്. സോ ആ മക്കളെ വളർത്തുമ്പം ഒരപ്പനില്ലാത്ത ഭവനത്തിൽ വളർത്തുമ്പോൾ വലിയൊരു വോയിഡാണ് ആ മക്കൾക്കുള്ളത്. അവർ വിചാരിച്ചാൽ അത് നികത്താനൊക്കത്തില്ല. ദ മദർ ഈസ് ചൂസിങ് ദ റോങ്. സംടൈംസ് ഇറ്റ്സ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു ലിവ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ ഈ വികാരത്തിന്മേൽ എന്നെ സ്നേഹിക്കുന്നില്ല. പല സ്ത്രീകളും പറയാറുണ്ട്, എന്നെ സ്നേഹിക്കുന്നില്ല ഭർത്താവ്. അപ്പോൾ ഞാൻ ഭർത്താക്കന്മാരോട് ചോദിക്കും, ശരിയാണോ അവർ? അപ്പോൾ അവർ തിരിച്ചെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, അതെല്ലാം ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്യുന്ന അവർക്ക് വേണ്ടിയല്ലേ, അത് സ്നേഹമല്ലേ? That really touches the core of the family, ഇല്ലേ? It really hurts me അത് കേൾക്കുമ്പോൾ. അവർ രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്യുന്നത് അവർ ഭാര്യയും കുടുംബത്തെ സ്നേഹിക്കുന്ന അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുമ്പം, അപ്പം നിങ്ങളുടെ ഈ സിനിമയിൽ കാണുന്നത് പോലെയും സിൻഡ്രല്ലയുടെ സ്റ്റോറി പോലെയൊക്കെ കുറേ ഇമാജിനേഷൻസ് അല്ലെങ്കിൽ മിത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിനനുസരിച്ച് ഈ സീരിയലിനകത്തൊക്കെ കാണുന്ന പോലെ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കണം എന്ന് വിചാരിച്ചാൽ അതൊന്നും അല്ല വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവിൽ നല്ല ക്ലിയറായിട്ട് നല്ല വ്യക്തമായിട്ട് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ വേദപുസ്തകത്തിൽ അർത്ഥം നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. ഹൃദയത്തിനകത്ത് തീഷ്ണതയും ദൃഢതയുമുള്ളവരായിരിക്കണം സ്ത്രീകൾ. അതാണ് ദൈവസന്നിധിയിൽ വില. അത് നമ്മൾക്ക് അറിയാം. ഒരു സ്ത്രീയെ കാണുമ്പോൾ നമുക്കറിയാം, ആദ്യം ഒരു സ്ത്രീയെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അവരെങ്ങനത്തെയാണെന്ന്. ഒരു കുടുംബം നിലനിർത്തുന്ന ഒരു സ്ത്രീയുടെ കഴിവാണ്. ഭർത്താക്കന്മാർ എത്ര കുറ്റം, ഞാൻ പലപ്പോഴും പല സ്ത്രീകളെക്കുറിച്ച് പല സ്ത്രീ പുരുഷന്മാർ സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ കുറ്റം പറയും. എൻ്റെ ഒരിക്കലും ഞാൻ വിളിപ്പിക്കുകയാണ്, ഭർത്താക്കന്മാർ പലപ്പോഴും പറയത്തില്ല. എന്നാൽ ഒത്തിരി നിവൃത്തികേടാകുമ്പോൾ അവർ പിന്നെ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം കാരണം രണ്ടുപേരിലും ബലഹീനതയുണ്ട്, ഒരാളിൽ തന്നെ. അതുകൊണ്ട് ഞാൻ സ്ത്രീകളുടെ പക്ഷം കൂടുതലോ പുരുഷൻ്റെ പക്ഷം കൂടുതലോ അല്ല ഞാൻ ഈ പറയുന്നത്. രണ്ട് സൈഡിലും ബലഹീനതയുണ്ട്. രണ്ടു പേർക്കും ഉത്തരവാദിത്വവും ചുമതലാബോധമുണ്ട്. അത് എടുപ്പിക്കാൻ പരിശുദ്ധാത്മാവിനല്ലേ കഴിയത്തുള്ളൂ. പിന്നെ ബലഹീനതയുള്ള സ്വഭാവമുള്ളവരെ അല്ലേ ദൈവം ഒന്നിച്ച് ചേർക്കുന്നത്. തീത്തോസിൻ്റെ 2:4 പറയുന്നത്, ഓൾഡർ വിമൺ ഈസ് ടു ടീച്ച് ദ യങ്ങർ വൺസ്. ചെറുപ്പക്കാരെ പ്രായമുള്ള സ്ത്രീകൾ പഠിപ്പിക്കണം. ദിസ് ലവ്, ഈ വിവാഹ ജീവിതത്തിലെ സ്നേഹമെന്ന് പറയുന്നത് വികാരമല്ല, ഇത് പഠിപ്പിക്കുന്ന സ്നേഹമാണെന്ന്. ദറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ കഴിയേണ്ടത്, എങ്ങനെയാണ് ചുമതല എടുക്കേണ്ടത്, എങ്ങനെയാണ് ആ വീട്ടിലെ അധികാരങ്ങൾ എഴുതുന്നത്, അതൊക്കെ അമ്മായിമ്മമാരിൽ നിന്നാണ് പലപ്പോഴും മരുമക്കൾ പഠിക്കുന്നത്. ആദ്യമൊക്കെ ഇച്ചിരി കഠിനമായിരുന്നു തോന്നിക്കും, പക്ഷേ ശരിയായിട്ട് പഠിപ്പിക്കുന്ന കുടുംബങ്ങളും ഉണ്ട്, അല്ലാത്തത് മാറിയും പോകുന്നുണ്ട്. ഇത് എല്ലാം ഇവിടെ സംഭവിക്കുന്നു. ഐ ആം ജസ്റ്റ് ഡിപ്പിക്റ്റിംഗ് ഓർ ഗിവിങ് ദ അബ്സല്യൂട്ട് ട്രൂത്ത് ആസ് പെർ ദ ബൈബിൾ. അത് തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ ചുമതല, എത്രമാത്രം തിരഞ്ഞെടുക്കുന്നത്, എത്രമാത്രം എടുക്കുന്നത് നിങ്ങളുടെ വിജയത്തിന് കാര്യം. അപ്പം ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ഭാര്യമാരോട് ഭർത്താവിന് വിധേയത്വം അല്ലെങ്കിൽ സബ്മിഷൻ എന്നുള്ള വേർഡൊക്കെ ഉപയോഗിക്കാൻ പേടിക്കണം. സമർപ്പണം, വിധേയത്വം, അനുസരണം, വിനയം എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി ആക്ഷൻ ഓഫ് അക്സെപ്റ്റിംഗ് ഓർ ഈൽഡിങ് ടു എ സുപ്പീരിയർ ഫോഴ്സ് ഓർ ടു ദ വിൽ ഓഫ് അതോറിറ്റി ഓഫ് അനദർ പേഴ്സൺ എന്നാണ് സബ്മിഷൻ എന്ന് പറയുന്നത്. അതായത് വില്ലിംഗ്ലി നമ്മുടെ ഭവനത്തിൽ ഭർത്താവ് തലയാണെന്നും ഞാനത് അനുസരിക്കുമെന്ന് തീരുമാനിക്കും. പിശാചിൻ്റെ പല കളികളും മാറിപ്പോകും. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ തന്നെ കുടുംബജീവിതത്തിൽ ഞാൻ ആരെന്ത് പറഞ്ഞാൽ യെസ് പറയും. അങ്ങനത്തെ ഒരു വന്നേക്കാന്ന് പറയും. ഇവിടെ വന്ന് കഴിയുമ്പോഴാണ് അയ്യോ വന്നൊന്ന് പോകാമെന്ന് പറഞ്ഞത് മണ്ടത്തരായിപ്പോയെന്ന് ഞാൻ ചിന്തിക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അല്ല അവർ ചോദിക്കുമ്പോൾ പിന്നെ യെസ് നല്ല കാര്യമല്ലേ പോകാമെന്ന്, യെസ് എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്, ആരെങ്കിലും ചോദിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് അത് സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും അഴുക്കായിട്ട് കാണത്തില്ലേ? അതായത് എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു, അതിന് സാരമില്ല, എന്നെ അഴുക്കായിട്ട് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. ബട്ട് ദാറ്റ് റിയലി സേവ്ഡ് മീ. പിന്നെ ആരെന്ത് ചോദിച്ചാലും പലപ്പോഴും ഞാൻ നോയ ആദ്യം പറയുന്നത്. കാരണം യെസ് പറഞ്ഞ വെച്ച് നോ പറയുന്നതിൽ എളുപ്പം, നോ പറഞ്ഞ വെച്ച് യെസ് പറയുന്നില്ല. അപ്പോൾ ഞാൻ പറയില്ല, ഒക്കത്തില്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ. അപ്പോൾ ദാറ്റ് ഹാസ് ബിക്കം എ പാറ്റേൺ ലേറ്റർ ഓൺ, നോട്ട് ഏർലിയർ ടൈംസ്, ലേറ്റർ ഓൺ. My husband says no,
ഈവൻ റിലീജിയസ് മീറ്റിങ്ങിന് പോലും ഞാൻ പോകത്തില്ല. അങ്ങനെ ഞാൻ ഐ റിമെമ്പർ സൗദി അറേബ്യ വെച്ച് ഈ അമേരിക്കൻസ് എല്ലാവരും ഇംഗ്ലീഷുകാരും കൂടെ കൂടുന്ന പ്രാർത്ഥനയുണ്ട്. അത് പലപ്പോഴും ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് കൂടുമ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് കൂടും. അപ്പോൾ ചില ദിവസം ഹസ്ബൻഡ് ഉച്ചയ്ക്ക് വരികയാണെങ്കിൽ ഞാൻ പറയും ഞാൻ വരത്തില്ലെന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കുക എന്താ മീറ്റിങ്ങിന്, പ്രയർ മീറ്റിംഗ് അല്ലേ വരാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു നോ, ബിക്കോസ് മൈ ഹസ്ബൻഡ് ഹാസ് കം ഹോം, ഐ എം നോട്ട് കമ്മിങ്. അപ്പോൾ അത് ഞാൻ ചെല്ലാത്തപ്പോൾ അവർ പിന്നെ പറയുമായിരുന്നു അവരെത്ര ഭംഗിയായിട്ട് എത്ര ദൃഢതയായിട്ട് ഭാര്യയില്ല ഭർത്താവ് വീട്ടിൽ വരത്തില്ല എന്ന്, ഈവൻ ഫോർ നമ്മുടെ പ്രയറിന് പോലും അവർ വരുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്ന്. ആൻഡ് ദേ ഹാവ് ഫൗണ്ട് ഇറ്റ് അപ്രീഷിയേറ്റീവ് ബിക്കോസ് അവരവരുടെ ഭർത്താവ് വന്നാലും ഇല്ലെങ്കിലും ചെയ്യുന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ഇവിടെ ഞാൻ പറഞ്ഞു ഇഫ് ഹീസ് ദർ ഐ എം നോട്ട് കമ്മിങ്. ഐ എം ടെല്ലിങ് ദിസ് ആർ ഓൾ കോൺഷ്യസ്ലി നമ്മൾ പഠിപ്പിച്ച് അല്ലെ പഠിച്ചെടുക്കാതെ ഇതൊന്നും വരില്ല. ആദ്യകാലത്ത് ഇതൊന്നും അല്ല നമ്മുടെ നേച്ചർ. അതെല്ലാം ക്രിസ്തുവിലായി കഴിയുമ്പോഴുള്ള മാറ്റങ്ങളാണ്. ഇതൊക്കെ പരിശുദ്ധാത്മാവാണ് വരുത്തുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരാതെ ഒരുവൻ ക്രിസ്തുവിലാകുവാൻ പുതിയ സൃഷ്ടിയാകുമെന്ന് പറയുന്ന സത്യം ഇതാണ്. ഒരുവൻ ക്രിസ്തുവിലാണ് പഴയ സ്വഭാവം മുഴുവനും മാറും. അതിലൊരു എക്സാമ്പിളാണ് ഞാൻ എല്ലാത്തിനും യേസ് പറയുന്ന വ്യക്തി പിന്നെ നോ പറഞ്ഞെങ്കിൽ ഐ ഹാവ് ചേഞ്ച്ഡ് ഇൻ മെനി ഏരിയാസ് ബിക്കോസ് ഓഫ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഇപ്പോൾ കാണുന്ന എന്നെ പരിശുദ്ധാത്മാവിലുള്ള വ്യക്തിയാണ് എന്നെ കാണുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാത്തൊരു വ്യക്തി എന്നിൽ ഉണ്ടായിരുന്നു. അത് വളരെ ഡേഞ്ചറസ് ആണ്. അതെല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഒരു മാറ്റം വരണം കുടുംബജീവിതത്തിൽ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അത് മാരേജ് എന്ന് പറയുന്ന ഒരു കവനൻ്റാണ്, ഒരു ഉടമ്പടി. അത് ഫീലിങ്സിലോ ഇമോഷൻസിലോ അല്ല. ദിസ് ലവ്, ഈ സ്നേഹം പഠിപ്പിക്കേണ്ട സ്നേഹമാണ്. അത് വേദപുസ്തകത്തിൽ പ്രായമുള്ളവർ പഠിപ്പിക്കണമെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. പ്രായമുള്ള സ്ത്രീകൾ, ചെറുപ്പക്കാർ അത് പഠിപ്പിക്കാനായിട്ട് കുടുംബങ്ങളിൽ, ചർച്ചിൽ, സഭകളിൽ, കൂട്ടായ്മകൾ ഒക്കെ എടുത്തുപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് മാറിപ്പോയാൽ കുടുംബമില്ലാതാവും. ഒരു തലമുറ മക്കൾ വേണ്ടെന്ന് വിചാരിച്ചാൽ ഭൂമിയിൽ മനുഷ്യനില്ലാതാകും. അതുകൊണ്ട് ദൈവമേ കരുണ തോന്നി അവിടുത്തെ അപ്പച്ചൻ്റെ നിയമത്തിനെ വിഘടമായിട്ട് കൊണ്ടുവരുന്ന പിശാചിൻ്റെ സകല തന്ത്രങ്ങൾ, ഈ ജെൻഡർ ചേഞ്ചിങ്, അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ അറിയാൻ വയ്യാതെ കുടുംബജീവിതത്തിൽ പുരുഷനും കയറുന്ന സ്ത്രീയും ഇതൊക്കെ ആബ്സല്യൂട്ട്ലി അബോമിനബിൾ. അതെല്ലാം സത്യത്തിന് വിരുദ്ധമായിട്ടുള്ളതിനെല്ലാം അപ്പച്ചൻ തീ കത്തിച്ച് കളയണമേ. ഇതൊന്നും നമ്മുടെ ഭവനങ്ങളിൽ കയറാതെ സൂക്ഷിക്കണമേ. കുടുംബത്തെ നിൻ്റെ ചിറകിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് വെച്ച് തരുന്നു. ആ ഡോമിനകത്ത് ആ പ്രൊട്ടക്റ്റീവായിരുന്നു അപ്പച്ചൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കണമേ. അവിടെ ഇടയനായിട്ട് നിൽക്കണം, വേലി കെട്ടണം. ആടുകൾക്ക് വേലി കെട്ടുന്നത് പോലെ തലമുറകൾക്ക് മുഴുവനും വേലി കെട്ടിക്കൊടുക്കണമേ. നിൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകാൻ ഒരാടിനും സാധിക്കത്തില്ല. പോയതിനെ തിരിച്ചു കൊണ്ടുവരാനും അപ്പച്ചനറിയാം. നല്ല ഇടയനായ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. അതുപോലെ വിവാഹ ജീവിതത്തിൽ പ്രയാസപ്പെട്ടിരിക്കുന്ന അനേക കുടുംബങ്ങൾക്ക് സത്യമറിഞ്ഞിട്ട് സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് വിനയപ്പെട്ട് വരുമ്പോൾ അവിടുന്ന് റിസ്റ്റോർ ചെയ്യും. അത് ചെയ്തു കൊടുത്താട്ടെ. അങ്ങനെ ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുനഃനാമത്തിൽ തന്നെ. ആമേൻ.